ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓപ്പറേഷൻസിലെ ആറാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ച് ഏതൊക്കെ തരം ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ്, അത് ഇൻഷുറൻസ് സർവീസ്, ടാക്സ് ആൻഡ് അക്കൗണ്ടിങ് സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചിന്തിക്കാം. ഫിനാൻഷ്യൽ സർവീസസ് ആർ ആക്ടിവിറ്റീസ്, ബെനഫിറ്റ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ബെനഫിറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ സെയിൽ ഓഫ് മണി ഓർ മണീസ് വർത്ത്. പണമൂല്യമുള്ള വസ്തുവകകൾ, അവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളോ പ്രവർത്തനങ്ങളോ ആണ് ഫിനാൻഷ്യൽ സർവീസസ്. ഓക്കെ, അങ്ങനെയാണ് പണമൂല്യമുള്ള വസ്തുവകകൾ, അവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവയുടെ പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രവർത്തനങ്ങളോ ഒക്കെയാണ് ഫിനാൻഷ്യൽ സർവീസസ്. ചുരുക്കി പറഞ്ഞാൽ അവ നമുക്ക് വ്യക്തികൾക്കാണെങ്കിലും സ്ഥാപനങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും പ്രയോജനകരമാണ്, ഉപകാരപ്രദമാണ്. ദേ ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. വ്യക്തികളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും നിക്ഷേപകർക്കും സ്ഥാപനങ്ങളായിട്ടുള്ള നിക്ഷേപകർക്കും ഒരുപോലെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഇത്തരം ഈ ഫിനാൻഷ്യൽ സർവീസസ് പ്രയോജനകരമായ സേവനങ്ങൾ തന്നെയാണ് എന്ന് വരുന്നു. ഫിനാൻഷ്യൽ സർവീസസ് കവർ എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് മനസ്സിലാക്കാനുള്ളത് ഫിനാൻഷ്യൽ സർവീസസ് ഒരു വിപുലമായ ശ്രേണിയിലുള്ള പ്രവർത്തന നിര തന്നെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ഈ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഷുറൻസ് സർവീസസ്, ബാങ്കിങ് സർവീസസ്, ക്രെഡിറ്റ് സർവീസസ് സച്ച് ആസ് മെർച്ചന്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്സ്, വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിംഗ്, ലീസ് ഫിനാൻസിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഹയർ പർച്ചേസ്, ഹൗസ് ഫിനാൻസിംഗ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്, കൺസ്യൂമർ ഫിനാൻസ്, ഫാക്ടറിംഗ്, കസ്റ്റോഡിയൽ സർവീസസ്. ഇവയെല്ലാം ഫിനാൻഷ്യൽ സർവീസസിൻ്റെ പരിധിയിൽ വരുന്ന സേവനങ്ങളാണ്. ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരു സാമ്പത്തിക സേവനം എന്ന് പറയുന്നത് ബാങ്കുകൾ നൽകുന്ന സാമ്പത്തിക സേവനമാണ്. പിന്നെ കുറച്ച് പേർക്ക് ഇൻഷുറൻസ് കമ്പനികളും സാമ്പത്തിക രംഗത്ത് ചില സേവനങ്ങൾ നൽകുന്നതായിട്ട് അറിയാം. പക്ഷേ ഇത് രണ്ടും കൂടാതെ വേറെയും ചില ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫിനാൻഷ്യൽ സർവീസസ് ഏതൊക്കെയാണ്? ബാങ്കിങ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അതുകൂടാണ്ട് മെർച്ചൻ്റ് ബാങ്കിങ് സർവീസസ്, അതായത് നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോലുള്ള ബാങ്കുകൾ നമുക്ക് മെർച്ചൻ്റ് ബാങ്കിങ് എന്ന ഒരു പുതിയ സമീപനം കൂടി തുറന്നിരിക്കുന്നു. അവരും അവരുടെ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ, വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായി ഇറങ്ങിത്തിരിക്കുന്നു. അവരുടെ പതിവ് ബാങ്കിങ് പ്രവർത്തനങ്ങൾ കൂടാതെയാണ് എന്ന് ഓർക്കണം. അതാണ് മെർച്ചൻ്റ് ബാങ്കിങ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ മ്യൂച്വൽ ഫണ്ട് സർവീസസ്, അത് ഫിനാൻഷ്യൽ സർവീസായിട്ട് നമുക്ക് കണക്കാക്കാം. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, മ്യൂച്വൽ ഫണ്ടുകാർ വാസ്തവത്തിൽ ഇൻ്റർമീഡിയറീസാണ്, ഇടനിലക്കാരാണ്. നിക്ഷേപകൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം അവരുടെ എക്സ്പേർട്ടൈസ് ഉപയോഗിച്ച്, അവരുടെ വൈദഗ്ധ്യം ഉപയോഗിച്ച് അവരത് ആ ഫിനാൻഷ്യൽ സർവീസ് കൃത്യമായിട്ട് അവർ ചെയ്യുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ടുകാർ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അത് വിവിധങ്ങളായിട്ടുള്ള പോർട്ട്ഫോളിയോകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഓരോ പോർട്ട്ഫോളിയോയും അവർ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു ഫിനാൻഷ്യൽ സർവീസാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്പ കൊടുക്കാനായിട്ട് ഒരു കമ്പനിക്ക് എത്രത്തോളം വായ്പ കൊടുക്കാം എന്നുള്ളതിന് അവരെ റേറ്റ് ചെയ്യുന്ന ഏർപ്പാടാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിക്ക് എത്രത്തോളം വായ്പ വാങ്ങാൻ അർഹതയുണ്ട് എന്ന് വിശ്വസിക്കാവുന്ന റേറ്റിംഗ് ഏജൻസികൾ റേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്കുകൾ റേറ്റ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അത് ഒരു നല്ല സേവനമായിട്ട് പലപ്പോഴും കണക്കാക്കാറുണ്ട്. അത് ക്രെഡിറ്റ് റേറ്റിംഗ്. കൺസ്യൂമർ ഫിനാൻസ് മറ്റൊരു മേഖലയാണ്. അതായത് ഉപഭോക്താക്കൾക്ക് സാധനങ്ങളൊക്കെ, വാഹനങ്ങളൊക്കെ വായ്പയായി നൽകുകയും EMI ആയിട്ട് പണമടക്കുകയും ചെയ്യാവുന്ന തരത്തിൽ ഉള്ള സേവനങ്ങൾ. ഫാക്ടറിങ്
കടങ്ങൾ അങ്ങനെ തന്നെ റെഡി ക്യാഷിന് നമ്മൾ വാങ്ങാൻ നമുക്ക് ഒരുപാട് പേര്, നമ്മൾ ബിസിനസ്സുകാരാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പണം കടമായി വാങ്ങിയത് തിരികെ തരാനുണ്ട്. എങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയെടുക്കാൻ നമുക്ക് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുകയോ അതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയോ ഓഫീസ് മെയിൻ്റനൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ആ കടങ്ങൾ അങ്ങനെ തന്നെ നമ്മുടെ ഏറ്റെടുക്കാനായിട്ട് ഫാക്ടറിങ് സർവീസ് നടത്തുന്ന ഫിനാൻഷ്യൽ സർവീസുകാർ തയ്യാറാണ്. അപ്പം അവർക്ക് നമ്മളത് അങ്ങനെ തന്നെ വിറ്റാൽ മതി. അവർ അത് അങ്ങനെ തന്നെ നമ്മുടെ റെഡി ക്യാഷ് നമുക്കൊരു എമൗണ്ട് തരും. ഫോർ എക്സാമ്പിൾ 75 ലക്ഷമാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് പിരിഞ്ഞ് കിട്ടാനുള്ളതെങ്കിൽ അവർ ചിലപ്പോൾ 50 ലക്ഷത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് റെഡി ക്യാഷ് തന്ന് ആ കടം മേടിക്കും. ബാക്കി 25 ലക്ഷം അവരുടെ കമ്മീഷനായിട്ട് അവർ സ്വീകരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പ്രധാന പ്രവർത്തനം എന്തോ നമ്മുടെ കമ്പനി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആ കടം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക്, പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ തിരിയാൻ സാധിക്കും ഫാക്ടറിംഗ് അത് ഏറ്റെടുക്കുന്നതിലൂടെ. അപ്പോൾ അതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസ് തന്നെയാണ്. കസ്റ്റോഡിയൽ സർവീസ്, നമ്മുടെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട വസ്തുവകകൾ, ഡോക്യുമെൻറ്റുകൾ ഒക്കെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പറ്റിയ കസ്റ്റോഡിയൽ സർവീസ് നമുക്കൊരു ഫിനാൻഷ്യൽ സർവീസായിട്ട് നമുക്ക് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതും പ്രയോജനകരമായ കാര്യമാണ്. ദ ഫിനാൻഷ്യൽ സർവീസ് ഓഫേർഡ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 5. ഇപ്പോൾ ഒത്തിരി ലിസ്റ്റ് പറഞ്ഞു. ഈ ലിസ്റ്റുകളിൽ പറഞ്ഞ എല്ലാത്തിനെയും നമുക്ക് ആകെ 5 കാറ്റഗറിയേ ഉള്ളൂ എന്നുള്ളതാണ് തിരിച്ചറിയാനുള്ളത്. ഇതൊന്ന് തരംതിരിക്കുകയാണെങ്കിൽ വെറും 5 കാറ്റഗറിയിൽ പെടുന്ന ഫിനാൻഷ്യൽ സർവീസേ നമുക്ക് ഉള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന്, ഇടനില സേവനം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകാരൊക്കെ ഇൻവെസ്റ്റർക്കും അല്ലെങ്കിൽ ഫണ്ട് സീക്കർക്കും ഇടയിൽ ഇടനിലക്കാരായാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർമീഡിയേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇൻ്റർമീഡിയേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് മെക്കാനിസം ആയിരിക്കാം, പണമടവ് സംവിധാനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസറ്റ്സിന് ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സേവനമായിരിക്കാം. അതായത് ദ്രവത്വം എന്ന് പറയും. ഈസി ആയിട്ടുള്ള ക്യാഷ് ആയിട്ടുള്ള കൺവെർട്ടബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇൻഷുറൻസുകാരൊക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ഫിനാൻസ് സർവീസാണ്. അവർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മർച്ചൻ്റ് ബാങ്കുകൾ, അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ ഫിനാൻഷ്യൽ എഞ്ചിനീയറിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാസ്തവത്തിൽ ഈ 5 കാറ്റഗറിയാണ് ഫിനാൻഷ്യൽ സർവീസുകൾ. പല പേരുകളിൽ വിളിച്ചാലും ഫലത്തിൽ ഈ ഫിനാൻഷ്യൽ സർവീസുകളെ നമ്മൾ ഒന്ന് തരംതിരിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ വെറും 5 കാറ്റഗറിയിലുള്ള ഫിനാൻഷ്യൽ സർവീസുകളേ ഉള്ളൂ. ഇനി വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, മർച്ചൻ്റ് ബാങ്കേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ലീസ് ഫിനാൻസിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ് എന്നിവരെല്ലാം ഫിനാൻഷ്യൽ സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബോറോയിങ്ങും ഫണ്ടിങ്ങിനും ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓൺ സെക്യൂരിറ്റീസ്, മേക്കിംഗ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആൻഡ് മാനേജിങ് റിസ്ക്. നമ്മുടെ പേയ്മെൻറ്റും സെറ്റിൽമെൻറ്റും നടത്താൻ, റിസ്ക് മാനേജ് ചെയ്യുവാൻ, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ റിസ്ക് മാനേജ് ചെയ്യാൻ, ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇനി ഈ വിവിധ കമ്പണൻസ് തമ്മിലുള്ള പരസ്പര ബന്ധം, പ്രവർത്തനം, ഇൻട്രാക്ഷൻ എന്താണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഇൻട്രാക്ഷൻ എമംഗ് ദ കമ്പണൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ഇഷ്യൂയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വിവിധ തരത്തിലുള്ള ധനകാര്യ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ചെയ്യുന്നത്? മൊബിലൈസ് സേവിങ്സ് ഫ്രം ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് സേവിങ്സ് മൊബിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സമ്പാദ്യങ്ങൾ സമാഹരിക്കുകയോ സ്വരുക്കൂട്ടുകയോ ആണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതായത് ധനപരമായ കമ്പോളത്തിൽ നിന്ന് പൊതുജനങ്ങളുടെ വീടുകളിലെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ അവർ സമാഹരിച്ച് ഒരു വലിയ തുകയാക്കി മാറ്റുകയാണ് വാസ്തവത്തിൽ ഈ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. രാജ്യസേവനമാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് വലിയ മൂലധന സമാഹരണം നടക്കുന്നു, അഥവാ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നു. ഈ ഹ്യൂജ് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഹ്യൂജായിട്ടുള്ള പ്രോജക്റ്റുകൾ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഹ്യൂജായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. ടു ഫെസിലിറ്റേറ്റ് ദിസ് ക്രെഡിറ്റ് മൊബിലൈസേഷൻ, ഇത്തരത്തിലുള്ള വൻ വായ്പകൾ സമാഹരിക്കുന്ന പണി അത് സൗകര്യപ്പെടുത്തുന്നതിന്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന്, ആൻഡ് അലോക്കേഷൻ പ്രോസസ്, ഡിഫറെൻറ്റ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ആർ ഓഫേർഡ് ടു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിന് വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഓഫർ ചെയ്യപ്പെടുന്നു. ദസ് അങ്ങനെ ദ 4 കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ആർ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ 4 കൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണ്? ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ. ഇവ പരസ്പര ബന്ധിതമാണ്, ഒന്ന് മറ്റൊന്നുമായി പ്രതിപ്രവർത്തിക്കുന്ന രീതിയിലുള്ളതുമാണ് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ. ഇൻഷുറൻസ് മേഖലയാണെങ്കിലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയാണെങ്കിലും ശരി,
അല്ല പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആണെങ്കിലും ശരി 4 മേഖലകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ 4 മേഖലകളും തീർച്ചയായിട്ടും പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നവയാണ്. ബാങ്കിങ് സർവീസ് ആണെങ്കിലും, ടാക്സ് ആൻഡ് അക്കൗണ്ടിങ് സർവീസ് ആണെങ്കിലും, ഇൻഷുറൻസ് സർവീസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് ആണെങ്കിലും ഒക്കെ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നവയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റോൾ എന്താണ്, ഫങ്ഷനിങ് എന്താണ് എന്നതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് എക്കണോമി ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ നമുക്കറിയാം, കമ്പോള സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ലോകത്തെ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും തന്നെ മാർക്കറ്റ് എക്കണോമിയാണ്. അല്ലാണ്ട് സെൻട്രലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് എക്കണോമി അല്ല. ഓൾമോസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ അടക്കം അങ്ങനെ തന്നെയാണ്, മാർക്കറ്റ് എക്കണോമിയാണ്. മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ എന്നീ അദൃശ്യ ശക്തികളാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, മാർക്കറ്റിലെ വിലയെ ഫിക്സ് ചെയ്യുന്നത് അവരാണ്. അങ്ങനെയുള്ളിടത്തൊക്കെ ദ ഫിനാൻഷ്യൽ സിസ്റ്റം പെർഫോംസ് എ നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഒരുപാട് മറ്റ് ധർമ്മങ്ങളുണ്ട്. ഇൻഫ്ലുവൻസിങ് ദ എഫിഷ്യൻസി ഓഫ് ദി ഇക്കണോമി ആസ് എ ഓൾ. ഇക്കണോമിയുടെ എഫിഷ്യൻസി മൊത്തമായി സ്വാധീനിക്കുക എന്നുള്ളത് ഒരു വശം. എ ഡൈനാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം എൻകറേജസ് സേവിങ്സ് ടു ഫ്ലോ ഇൻ ടു മണി ആൻഡ് മോണിറ്ററി അസറ്റ്സ്. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം സേവിങ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിന്? ഒഴുകുവാനായിട്ട്. ഇൻ ടു മണി ആൻഡ് മോണിറ്ററി അസറ്റ്സ്, പണതുല്യമായ ആസ്തികളിലേക്ക് ഒഴുകുവാൻ. വിച്ച് പ്രൊമോട്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. അത് നിക്ഷേപത്തിനും മൂലധന രൂപീകരണത്തിനും വഴിയൊരുക്കുന്നു. ആൻഡ് ഫെസിലിറ്റേറ്റ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അങ്ങനെ സാമ്പത്തിക പുരോഗതിക്ക് അത് വഴിയൊരുക്കുന്നു. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് എൻകറേജ് ചെയ്യുന്നത്, എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്? സേവിങ്സ് ഒഴുകണം. എങ്ങോട്ടേക്ക്? അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ, ക്യാപിറ്റലിൻ്റെ രൂപത്തിൽ, ക്യാപിറ്റൽ ഫോർമേഷൻ്റെ രൂപത്തിൽ പല പല വീടുകളിലുള്ള കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഒഴുകണം, ചാനലൈസ് ചെയ്യപ്പെടണം, അതിൻ്റെ ഫ്രീ ഫ്ലോ ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ അതെല്ലാം സ്വരുക്കൂടുമ്പോൾ ഒരു വലിയ കമ്പനിയെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലായി. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ രാജ്യത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഹ്യൂജ് ക്യാപിറ്റൽ ഫോർമേഷൻ രാജ്യത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്ലസ് പോയിൻ്റ് തന്നെ, ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച്. കനത്ത എന്നാൽ നോക്കൂ, മൂലധന സമാഹരണം പണ്ടുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടുന്ന നാളുകളിൽ ഇന്ത്യയിൽ ക്യാപിറ്റലിൻ്റെ ഡയർ ഷോർട്ടേജാണ്, കടുത്ത ദാരിദ്ര്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എല്ലാവരും ബാങ്കിങ് ശീലമുള്ള ജനങ്ങളാണ്. ബാങ്കിങ് നെറ്റ്വർക്കുകൾ രാജ്യത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികളും ധാരാളമുണ്ട്. സമ്പാദ്യം സമാഹരിക്കുന്നതിൽ രാജ്യത്തിന് ഇന്ന് ബുദ്ധിമുട്ടില്ല, ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് ഇല്ല. ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ന് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിൻ്റായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോൾ എന്തായാലും ഒരു നല്ല ഫിനാൻഷ്യൽ സിസ്റ്റം ഒരു കാര്യം ഉറപ്പുവരുത്തുന്നു, അതായത് സമ്പാദ്യങ്ങളെല്ലാം കാര്യക്ഷമമായ രീതിയിൽ അർഹിക്കുന്നവർക്ക് തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ദാറ്റ് ദ സ്കേഴ്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. ആവശ്യമില്ലാതെ ദൂർത്തടിക്കുന്നവർക്ക് വേണ്ടി സമ്പാദ്യം നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കും അത് അർഹിക്കുന്നവരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. അവരത് വെച്ച് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കി ലാഭത്തിൻ്റെ ഒരു അംശം ആ ഇൻവെസ്റ്റർക്ക് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു. സമ്പാദ്യങ്ങൾ സമാഹരിക്കപ്പെടാൻ അതിന് വഴിയൊരുക്കുന്നത് ആരാണ്? അതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ എന്നല്ല എല്ലാ മാർക്കറ്റ് എക്കണോമിയിലും ഇത് ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അത് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് പറയാനാണ്. ABCD അല്ലെങ്കിൽ ഒരു 10-9 പോയിൻ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. 1. മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് അലോക്കേറ്റിംഗ് ദം ടു പ്രോജക്ട്സ്. സേവിങ്സിനെ പല ഇടങ്ങളിൽ നിന്ന് സമാഹരിക്കുന്നു, എന്നിട്ട് ആ ഫണ്ട്, ആ ഹ്യൂജ് അങ്ങനെ സമാഹരിക്കപ്പെടുന്ന ഹ്യൂജ് ക്യാപിറ്റൽ കമ്പനികളുടെ വമ്പൻ പ്രോജക്റ്റുകളിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, വകയിരുത്തി കൊടുക്കുന്നു. 2. റീഅലോക്കേഷൻ ഓഫ് അക്യുമുലേറ്റഡ് ഓൾഡ് സേവിങ്സ് ടു പ്രോജക്ട്സ് ആൻഡ് ഫേംസ്. പണ്ട് ഇതേപോലെ ഓൾഡ് സേവിങ്സ് അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കണത് അവിടുത്തെ ആവശ്യം കഴിഞ്ഞെങ്കിൽ അത് അവിടെ നിന്ന് റീഅലോക്കേറ്റ് ചെയ്ത് പുതിയ പ്രോജക്റ്റുകൾക്കും ഫേമുകളിലേക്കും കൊടുക്കുന്നു. 3. ഓർഗനൈസേഷൻ ഓഫ് ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. പേയ്മെൻറ്റ് സിസ്റ്റം, പണത്തിൻ്റെ കടം വാങ്ങിച്ചതിൻ്റെ തീർപ്പ് കൽപ്പിക്കൽ, സെറ്റിൽമെൻറ്റ്, അതിൻ്റെ സിസ്റ്റം ഒക്കെ ഉറപ്പുവരുത്തുക. സുരക്ഷിതമായ പേയ്മെൻറ്റ്, സുരക്ഷിതമായ കടം മേടിക്കലും കൊടുക്കലും വാങ്ങലും, ക്വിക്ക് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ടുകൾ അതിവേഗത്തിലുള്ള സഞ്ചാരം,
ഇതൊക്കെ ഉറപ്പുകൊടുക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം പ്രവർത്തിക്കുക എന്നുള്ളത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ജോലിയാണ്. നാലാമതായിട്ട് പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി ഓഫ് ഫിനാൻഷ്യൽ ക്ലെയിംസ് ആൻഡ് സെക്യൂരിറ്റീസ്. ഫിനാൻഷ്യൽ അസറ്റ് ക്ലെയിം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ഡോക്യുമെൻ്റ് കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തന്നെ അടുത്ത നിമിഷം അത് പണമായി മാറണം, ഈസിലി കാഷായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ സാഹചര്യത്തെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ക്ലെയിം കൊടുക്കുമ്പോൾ അതിന് തിരിച്ച് ഈസിയായി ലിക്വിഡിറ്റി കിട്ടണം, അതായത് ലിക്വിഡ് മണിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് അതിൻ്റെ വില കിട്ടണം. അതിനൊരു വഴിയൊരുക്കുന്ന ഒരു കമ്പോളമായി ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാലാമത്തെ സേവനമാണ്. അഞ്ചാമത്തെ സേവനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ലിസ്റ്റ് ചെയ്ത് പറയുകയാണ്. ജനറലായിട്ട് ആദ്യം ഒരു പാരഗ്രാഫായിട്ട് പറഞ്ഞു എന്താണ് ഫിനാൻഷ്യൽ സർവീസിനെ കൊണ്ടുള്ള ഗുണമെന്ന്. ഇനി അത് 8-9 പോയിന്റുകളായിട്ട് ലിസ്റ്റ് ചെയ്ത് പറയും. അഞ്ചാമത്തെ പോയിന്റ് പ്രൊവിഷൻ ഓഫ് എ ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് സിസ്റ്റം. കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു നല്ല ഭരണ സമ്പ്രദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ. ആറാമത് ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ഇക്കണോമിക് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. എക്കണോമിക് ഡിസിഷൻ മേക്കിങ്ങിനും ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുക. ഏഴാമത് ക്രിയേഷൻ ഓഫ് ഇന്നവേറ്റീവ് സ്കീംസ് ആൻഡ് ഫീച്ചേഴ്സ് ടു മേക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അട്രാക്റ്റീവ്. നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെയുള്ള പലതരം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും ശരി, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും ശരി, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതായത് അതൊക്കെ അതിനെ ഒന്നും കൂടെ മനോഹരമാക്കാൻ, ആകർഷകമാക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്ന് പുത്തൻ ആശയങ്ങൾ കണ്ടെത്തി അതിൻ്റെ കൂട്ടത്തിൽ കൂടി ചേർത്ത് ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളെ കുറച്ചും കൂടെ മനോഹരമാക്കുക. ഫിനാൻഷ്യൽ ഇന്നോവേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എട്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് അലോക്കേഷൻ ഓഫ് ക്രെഡിറ്റ്. അനിശ്ചിതത്വം കൈകാര്യം ചെയ്യുക, റിസ്ക് കൈകാര്യം ചെയ്യുക, സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം ജനങ്ങളുടെ വീടുകളിൽ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളായിട്ട് ഇരിക്കണേ, ഇതിനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് വായ്പയ്ക്ക് ആയിട്ട് വായ്പ അന്വേഷിച്ച് വരുന്ന വമ്പൻ കമ്പനികൾക്ക് അത് മൂലധനമായി നമ്മൾ ലോണായി നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്, റിസ്ക് ഉണ്ട്. ഇത് തിരിച്ച് കിട്ടുമോ എന്ന റിസ്ക്, ആ കമ്പനികൾക്ക് എന്തെങ്കിലും ഹാനി വരുമോ എന്ന റിസ്ക്, അവരുടെ ബിസിനസ് പൊളിഞ്ഞു പോകുമോ എന്ന ഒരുപാട് റിസ്ക് ഉണ്ട്. ഈ റിസ്കിനെ മാനേജ് ചെയ്യണം. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻഷുർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതും സേവനമാണ്. സോ എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൈ ലോവറിങ് കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ചിലവൊക്കെ ഉണ്ടാവും. അതിൻ്റെ ചിലവ് ഏറ്റവും പരമാവധി ചെറിയ എമൗണ്ടായി കുറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുക വലിയ തുകയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്താതിരിക്കുന്നത്, അതുകൊണ്ടുള്ള മെച്ചം നഷ്ടപ്പെടും. അത് വരാതിരിക്കാനായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് താഴ്ത്തുക എന്നുള്ളതാണ് 9ാമത്തേത്. അങ്ങനെ വരുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻവെസ്റ്റേഴ്സിനുള്ള റേറ്റ് ഓഫ് റിട്ടേൺ തീർച്ചയായിട്ടും നല്ലതായിട്ട് തോന്നും, അവർക്ക് മികച്ച വരുമാനം കിട്ടുന്നതായിട്ട് തോന്നും. 10ാമത്തേത് ഫെസിലിറ്റേറ്റ് ജുഡീഷ്യസ് അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വിഭവം ദുർലഭമാണ്, സ്കേഴ്സാണ്, അത് എങ്ങനെയെങ്കിലും ചിലവാക്കാനായിട്ടുള്ളതല്ല. അപ്പോൾ അത് ജുഡീഷ്യസ് ആയിട്ട് നീതിപൂർവകമായിട്ടുള്ള വിനിയോഗമാണ്. ജുഡീഷ്യസ് ആയിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ വേണം നടത്താൻ. അതിനു സാഹചര്യവും വഴിയുമൊരുക്കുകയാണ് നമ്മുടെ രാജ്യത്തുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 11ാമത്തെ കാര്യം, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. അതായത് എന്താണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് അഴിച്ചു പണിത് പുതിയ രൂപത്തിലാക്കുക, അങ്ങനെയുള്ള അഴിച്ചുപണിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്. പഴയ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, പഴയതിനൊക്കെ ഒന്നുകൂടെ റീപാക്ക് ചെയ്യുക, എക്സിസ്റ്റിംഗ് വൺസിനെയൊക്കെ. അത്തരത്തിലുള്ള പരിഷ്കാര പ്രവർത്തനങ്ങൾ നടത്തുക. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യമാണെങ്കിൽ ശരി, ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിലൊക്കെ പരിഷ്കരിക്കാനായിട്ട് ഇനിയുമുണ്ട്, ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ സർവീസുകളെ പരിഷ്കരിക്കാൻ സാധിക്കും. അപ്പോൾ ബെറ്റർ പെർഫോമൻസ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള വഴിയൊരുക്കുന്ന സംവിധാനമായിട്ട് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന സംവിധാനമായിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക. 12ാമത്തെ കാര്യം, പ്രൊമോട്ടിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. രാജ്യത്ത് മൂലധന രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെ? ഈ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളെ ചാനലൈസ് ചെയ്തുകൊണ്ട് അതെല്ലാം ഒഴുകി വളരെ പ്രൊഡക്റ്റീവായ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളിലേക്ക് ഒഴുകിച്ചെല്ലുന്ന രീതിയിലൊരു ചാനൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്. 13ാമത്തേത് അവസാനത്തേതുമായ പോയിന്റ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കൊണ്ടുള്ള, ഫിനാൻഷ്യൽ സർവീസ് കൊണ്ടുള്ള 13ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് ദാറ്റ് ഓഫ് ദി ഫോറിൻ എക്കണോമി. നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് ഡൊമസ്റ്റിക് എക്കണോമി എന്ന് പറയുന്നത്. ഫോറിൻ എക്കണോമിയുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനായിട്ടുള്ള വഴിയൊരുക്കുക, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുക, ഗ്ലോബലൈസേഷൻ എക്കണോമിയിൽ കൊണ്ടുവരിക, സമ്പദ് വ്യവസ്ഥയുടെ ആഗോളവൽക്കരണത്തിന്
വഴിയൊരുക്കുക. ഈ ഇത്രയും പോയിൻറ്റ്സാണ് ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ് കൊണ്ട് നമുക്കുള്ളത്. ദസ് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വിത്തൗട്ട് സൗണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റം, നല്ല ആരോഗ്യകരമായ ഫിനാൻഷ്യൽ സിസ്റ്റം രാജ്യത്തില്ലെങ്കിൽ എക്കണോമിക് പ്രോഗ്രസ് വിൽ ബി ഇമ്പോസിബിൾ. സാമ്പത്തിക പുരോഗതി രാജ്യത്തിന് അസാധ്യമായിരിക്കും എന്ന് പറയുന്നത് ഇതൊരു എസ്സേ രൂപത്തിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മൾ ഈ എസ്സേയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു.